അതൊരു കിടിലൻ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഒരു രക്ഷയല്ല. ഈ വെള്ളച്ചാട്ടത്തിൽ വന്നാൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, അത്രയ്ക്ക് കിടിലൊരു വെള്ളച്ചാട്ടമാണ്. നിങ്ങൾ ഉറപ്പായി ഒരിക്കലെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വരണം. അപ്പം ഞാൻ സ്ഥലം കാണിച്ചു തരാം. പേര് പറഞ്ഞ് നിങ്ങൾക്കറിയാം, പക്ഷേ ഞാൻ പേര് പറയുന്നില്ല. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനെ പോകാം. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് കയറി അത്യാവശ്യം കാട് റൂട്ടാണ്, അപ്പം റിസ്ക് എടുത്ത് തന്നെ പോകണം. പക്ഷേ ഞാനാക്കിയ ഒരു കിടിലൻ സ്പോട്ടാണ്, എനിക്ക് അത്രയും പറയാം. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്ഥലത്ത് വരണം. അധികം തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലമാണ്. വലിയ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി കയറ്റം കയറി പോകില്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ഈ സ്ഥലത്ത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് വന്നപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറി. മുകളിലൊരു വീട് വെക്കുന്നു. പക്ഷേ ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലെത്തി കിടിലം വ്യൂ ഉള്ളൊരു വീടായിരിക്കും. കാര്യം പാലവും ഇതും കണ്ട ഒരു കിടിലം വ്യൂ ആയിട്ടുള്ള വീടായിരിക്കും. ഇത് വഴിയെ പോകുമ്പോൾ ഇതുപോലത്തെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ നെയ്യാറിൻ്റെ ഈ ഒരു ഭംഗി ആസ്വദിച്ച് വേണം നമുക്ക് ഈ വഴി പോകാൻ. ആരും മറക്കല്ല, ഈ വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലം വ്യൂ ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് പോണത്. അപ്പം അധികം തിരക്കുകൾ കുറഞ്ഞൊരു സ്ഥലമാണ്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഈ വഴി പോകുന്നത് വഴിയിൽ നിന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ടായിരിക്കും, കാണുന്ന വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ വഴി ഇതാണ്, ഇവിടെ വഴി തീരുന്നു. പക്ഷെ അന്ന് വന്നപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് നേരത്തെ ഞാൻ ഈ വഴി വന്നതാണ്, വഴി മാറിപ്പോയി ഗായ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. വിചാരിക്കണം, സത്യം പറഞ്ഞാലേ എന്നെ ഒരാൾ പറഞ്ഞു പറ്റിച്ചു വിട്ടാണ്. അത്ര കിടിലൻ വെള്ളച്ചാട്ടമാണ്. നിങ്ങൾ ഇത് വഴി വന്ന് കാണാൻ പറ്റാത്തൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ആൾ പറഞ്ഞു വിട്ടതാണ്. അതാണ് ഈ വഴി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വഴി വരത്തില്ല. അപ്പം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വഴി കയറിയത്. അതാ അന്ന് ഞാൻ ഈ വഴി വന്നപ്പം ഇവിടെ ഈ വീടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആനക്കുഴി വാട്ടർഫാൾസ് കേട്ടോ. ഇവിടെ ഒരു ആനക്കുഴി വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ വലുതും കാണാനില്ല. ഞാൻ അന്ന് കഴിഞ്ഞപ്പോഴും കണ്ണീര് പോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എന്തിനാ ചുമ്മാ സമയം കളയാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറണമെന്ന് വെച്ച് ഞാൻ പോയില്ല. പിന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം. അത്ര വലിയ സംഭവമൊന്നുമല്ല, എങ്കിൽ പോലും വളരെ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും പോകാം. ഇതാണ് ആനക്കുഴി വാട്ടർഫാൾസിൽ പോകുന്ന വഴി. അപ്പം അമ്പൂര് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് ഈ 2 വെള്ളച്ചാട്ടം. മൂന്നാമതൊരു വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പം ഞാൻ ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്ക് പോവാം. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് എയർ ഫൈബർ കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് കേട്ടോ. മീനൊക്കെ പിടിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അവർ അത്രയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഏത് ഫൈബറാണെന്ന് അറിയത്തില്ല, എന്തായാലും ഒരു ഉപജീവന മാർഗമായിട്ടുണ്ട്. ബിഗ് സല്യൂട്ട് ഏത് ഫൈബറാണെങ്കിലും. അപ്പം ഈ വിശാലമായ ഈ സ്ഥലത്ത് നിന്നിട്ട് എസ്കേപ്പ് ആവാം. കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എനിക്ക് ഇവിടെ നടന്ന് വിഷ്വൽ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതാണ് മെയിൻ വിഷയം. അപ്പം നമുക്കിവിടെ തൊട്ട് മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എസ്കേപ്പ് ആവാം എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഈ കോൾ വിളിക്കണം ആൾക്കാർ പറഞ്ഞിടത്ത് മാത്രമേ വരത്തുള്ളൂ.